എങ്ങോട്ടാണോ? ഹോളിഡേ ഉണ്ടായി. ഒരു സംഘം തന്നെ ഉണ്ടല്ലോ കൂടെ. എന്റെ ഫ്രണ്ട്സാ. ഇത് ക്യാപ്റ്റൻ നായർ, ഇത് ഉണ്ണി, ഇത് ദാസ്, ഇത് ഫിലിപ്പ്. ഞാൻ വലിയ തമാശക്കാരനാണോ? ചുമ്മാ പോവാ എങ്ങോട്ടെ? ബോട്ടിങ്. വാന്നേ സാറേ. ഞാനല്ലേ അത് പറഞ്ഞാ മതി. പോയാവല്ലേ? ശരി. You are doing something great here. Try and try the boat. നീ പോയി കപ്പലോടിക്കുന്ന വലിയ കപ്പലോടിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. In the morning by the sea. In the morning, in the morning, in the morning by the sea. If I am a captain like this and if I want to marry, I would marry captain's daughter more than anybody. Oh, I would drive, he would drive, both would drive together, running up in the middle of the night and chasing each other. Hey, what happened to you? ഒന്നുമില്ല. ഒന്നും വിചാരിക്കരുത്, വെറുതെ തമാശക്ക്. എനിക്കിങ്ങനെ ബഹളം വെക്കുന്ന ഇഷ്ടമല്ല. പാടാൻ അറിയാവുന്നോണ്ടൊന്നുമല്ല. വിരോധമില്ലെങ്കിൽ മിസ്സസ് ക്യാപ്റ്റൻ ഒരു പാട്ട് പ്ലീസ്. എനിക്ക് വയ്യ. ഒന്ന് രണ്ടുപേര് പാടുന്നേ. ഷീസ് എ പോയറ്റസ്. എന്നാ ഒരു കവിത. രേഖ, ഒരു തണുത്ത ബിയർ തരും. കുറെ നേരമായല്ലോ, എന്തൊരു ബോറാ. അവൻ കലാകാരനല്ലേ, കുറെ സമയം എടുക്കും. എടാ, നീ അവിടെ എന്തോ എടുക്കായിരുന്നു? 1 മണിക്കൂറായല്ലോ പോയിട്ട്. എന്തും സമയമെടുത്ത് ആസ്വദിക്കുന്നവനാ ഞാൻ. ഇതെനിക്കല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് മോർ ദാൻ എ ഫിസിക്കൽ എക്സ്പീരിയൻസ്. ഹ്യൂമൻ അനാറ്റമിയുടെ സ്പെസിമെന്റെ ഓരോ എക്സാമ്പിൾസ് ആണ്. തേങ്ങാക്കോല
കൊള്ളാവുന്ന ഉരുപ്പടി തന്നെ, സമ്മതിച്ചു. എന്നാ നിനക്ക് പിടിച്ചില്ലേ? ബോറേ, ഇത്തരം അലവലാദികളൊക്കെ ഇവൻ പിന്നെ പിന്നെ വിളിച്ചോണ്ട് വരുന്ന എന്തിനാ? കഴിഞ്ഞ തവണ തോന്നിയില്ലായിരുന്നോ നിനക്ക്? ഏ? കഴിഞ്ഞ തവണ അവളിവിടെ വന്നപ്പോ തോന്നിയില്ലായിരുന്നോ നിനക്കിത്? പിന്നെ തോന്നാനിട്ടല്ല, അപ്പോഴത്തെ ബൂസിന്റെ പുറത്ത് ആ. ഞാനത് അറിഞ്ഞില്ല. ഒരു സെക്കൻഡ് ടൈമിന് ഞാനില്ല അളിയാ. എടാ ദാസേ, നിന്റെയൊക്കെ ഈ സൗന്ദര്യത്തെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടല്ലോ, വളരെ ചീപ്പാണ്. കറക്റ്റ്. വട്ടമുഖം, വെളുത്ത തൊലി, പട്ട് സാരി. ഞാനങ്ങനെയല്ല, ചേഞ്ച് വേണം. വൈകൃതത്തിലും സൗന്ദര്യം കണ്ടെത്തുന്നവനാണ് ഞാൻ. നിന്നെപ്പോലെ തടിച്ചു കൊഴുത്തിരിക്കണമെന്നും പറഞ്ഞാ മനസ്സിലാവൂലടാ. അതിനൊക്കെ ഒരു ആർട്ടിസ്റ്റിന്റെ മൈൻഡ് വേണം. ഓ സമ്മതിച്ചേ, എനിക്കില്ലാത്ത ഒന്ന് നിനക്കുണ്ട്. ഫിലിപ്പേ, എനിക്കില്ലാത്ത ഒന്ന് നിർത്തളിയാ. ദൈവമേ, ഇക്കണക്കിനാ കൃഷ്ണനുണ്ടി വരാത്ത നന്നായി. വന്നിരുന്നെങ്കിൽ അവന്റെ ന്യായപ്രമാണം കൂടെ നമ്മൾ കേൾക്കേണ്ടി വന്നേനെ. ഫിലിപ്പ, നീ പോകുന്നില്ലേ? ഇവൻ പറഞ്ഞ പോലെ പാർട്ടി അത്ര സുമാരനറ്റ സ്ഥിതിക്ക് ഞാൻ പോണോ? അങ്ങനെ ഔദാര്യമൊന്നും വേണ്ട. നിനക്ക് സൗകര്യം ഉണ്ടേ പോയാ. അതത്രേ ഉള്ളൂ. എന്നാലും ഇവൻ പോവാത്ത സ്ഥിതിക്ക് ഞാൻ കൂടെ പോയില്ലെങ്കിൽ ആ കുട്ടി ഫീൽ ചെയ്യും അളിയാ. കഷ്ടമല്ലേ? ദൈവമേ. ചെല്ല് ചെല്ല് ചെല്ല്. നേരത്തെ എന്നെ കുറ്റം പറഞ്ഞവരാ. പിന്നെ നിന്നെ പോലെയാണ് അവൻ. അവന് വിവരമുണ്ട്. പോടാ. ഗുഡ് ഈവനിങ് ക്യാപ്റ്റൻ. ഗുഡ് ഈവനിങ്. വരണം വരണം. താൻ എന്നെ അന്വേഷിച്ച് വരണമെങ്കിൽ ഇന്ന് മഴ പെയ്യണമല്ലോ. തന്നെ അന്വേഷിച്ച് 2 തവണ വീട്ടിൽ വന്നിരുന്നു. ആ, ലില്ലി പറഞ്ഞു. അപ്പോഴൊക്കെ താൻ നഗരത്തിലെ ക്രമസമാധാനം പാലിക്കാൻ പോയിരിക്കുകയായിരുന്നു. ആ, നിങ്ങളെ പോലെ അല്ലല്ലോ. ഞങ്ങളുടെ ഈ കുപ്പായത്തിന്റെ ശാപമാണിത്. സമയം എന്ന് പറയുന്നത് ഒരിക്കലും സ്വന്തമല്ല. നാട്ടിൽ ആരെന്ത് പോക്കൃത്തരം കാണിച്ചാലും ഉറക്കം പോകുന്നത് ഞങ്ങൾക്കല്ലേ. അതെ അതെ. ആ, ഇനിയിപ്പോ ഞാൻ വന്നില്ലെങ്കിൽ എന്റെ പ്രതിനിധിയായി ലില്ലി മോള് മിക്കവാറും അവിടെ തന്നെ ഉണ്ടല്ലോ. വാഴ പിടിക്കുന്നൊക്കെ പിന്നെ ഒരു ഡ്രിങ്ക് പറയട്ടെ. സോറി, ഐ എം ഓൺ ഡ്യൂട്ടി. ബംഗ്ലാവിൽ വിളിച്ചപ്പോ രേഖ പറഞ്ഞു താൻ ഇവിടെ കാണുമെന്ന്. സ്വസ്ഥമായെന്ന് കൂടാമെന്ന് കരുതി പുറപ്പെട്ടപ്പോ ഒരു അർജന്റ് കേസ് വന്നു വിട്ടു. എന്തെന്നാ? അതിപ്പോ ഡിസ്ക്ലോസ് ചെയ്യാനും വയ്യ. ഐ എം ഓൺ വെരി അർജന്റ് ഡ്യൂട്ടി. ഇതിനിടയ്ക്ക് തന്നെ ഒന്ന് കാണാൻ ഒരു നിമിഷം സ്പെയർ ചെയ്തെന്ന് മാത്രം. ഞാൻ പോട്ടെ. കുറച്ചു നേരം കൂടി പിന്നീട് എപ്പോഴെങ്കിലും ബംഗ്ലാവിൽ വിളിക്കാം. കുറച്ചു നേരം കൂടി ഇരുന്നു.